ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാനിറ്റേഷൻ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് ആണ്. അതായത് ഫുഡ് ഇൻഡസ്ട്രിയിൽ സാനിറ്റേഷൻ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് സാനിറ്റേഷൻ്റെ മുമ്പുള്ള ഒരു പ്രൊസീജിയറാണ്. ആദ്യം തന്നെ നമ്മൾ ഫുഡ് കോണ്ടാക്റ്റ് വരുന്ന സർഫസിനെ ക്ലീൻ ചെയ്യണം. അപ്പോൾ എന്താണ് ക്ലീനിങ് എന്ന് ആദ്യം തോന്നാം. ക്ലീനിങ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് എനർജി ടു ദി സർഫസ് ഓർ സബ്സ്റ്റൻസ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് റിമൂവിങ് ഡേർട്ടിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലീനിങ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? എനർജി അപ്ലൈ ചെയ്തിട്ടാണ്. അതായത് ഏത് സർഫസ് ആണോ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ആ സർഫസിൽ എനർജി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അതിന്ന് ഡേർട്ടിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ക്ലീനിങ് ഡസ് നോട്ട് കിൽ മൈക്രോബ്സ്. നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോബ്സിനെ ഒന്നും കില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പം എനർജി യൂസ് ചെയ്തിട്ടാണ് ഇവരെ വാഷ് ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പം അതെങ്ങനെയൊക്കെ ഏതൊക്കെ ടൈപ്പ് എനർജിയാണെന്ന് നോക്കാം. കൈനറ്റിക് എനർജി യൂസ് ചെയ്യാം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, മെക്കാനിക്കൽ ഓർ ടർബുലൻസ്. അതായത് നമ്മളിപ്പോൾ ഫിസിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയും ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ മെഷീൻസ് വെച്ചിട്ട് ഒക്കെ ക്ലീൻ ചെയ്യുന്നതിനാണ് കൈനറ്റിക് എനർജി യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ ഹോട്ട് വാട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. ദെൻ കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഡിറ്റർജൻസ് ഒക്കെ ഉണ്ടാവും, അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് തെർമൽ എനർജി എന്ന് പറയുന്നത്. ദെൻ അടുത്ത പ്രോസസ്സാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിസിൻഫെക്ഷൻ ആണ്. അപ്പോൾ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the process of killing pathogenic bacteria but not spores and all viruses by 99.999% during a time of frame greater than 5 but less than 10 minutes. അതായത് ഇവരെന്താണ് പാത്തോജനിക് ബാക്ടീരിയാസിനെയാണ് കില്ല് ചെയ്യുന്നത്. ഡിസിൻഫെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ. പാത്തോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസീസ് കോസിങ് ബാക്ടീരിയാസിനെയാണ് നമ്മൾ പാത്തോജനിക് ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. അതിനെയാണ് ഇവർ കില്ല് ചെയ്യുന്നത്. ആൻഡ് കോമൺലി ബ്രോട്ട് അബൌട്ട് ബൈ ഹീറ്റ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽസ്. ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ കെമിക്കൽസ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. ദെൻ അടുത്ത് വരുന്നതെന്ന് പറയുന്നത് ഡിസിൻഫെക്റ്റൻ ഹാവ് ഹയർ ലെവൽ ഓഫ് ജേം കിൽ കപ്പാസിറ്റി ഫോർ പാത്തോജനിക് ബാക്ടീരിയ ആസ് കമ്പയർഡ് ടു സാനിറ്റൈസേഴ്സ്. അപ്പം ഡിസിൻഫെക്റ്റൻസിന് നല്ല പാത്തോജനെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് നമ്മുടെ സാനിറ്റേഷൻ വരുന്നത്. അപ്പോൾ ക്ലീനിങ് പറഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞ് ഡിസിൻഫെക്ഷൻ പറഞ്ഞു, ഡിസിൻഫെക്ഷൻ കഴിഞ്ഞിട്ട് സാനിറ്റേഷൻ ആണ്. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് മൈക്രോബ്സ് ടു സേഫ് ലെവൽ ദാറ്റ് ഈസ് 99.9% ഓഫ് സ്പെസിഫിക് ബാക്ടീരിയൽ ടെസ്റ്റ് population within 30 seconds, done by heat or chemicals. A sanitizer may or may not necessarily destroy പാത്തോജനിക് ഓർഗാനിസം. അപ്പോൾ നമ്മൾ പാത്തോജനിക് ഓർഗാനിസത്തെ നമ്മളിപ്പം ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് പോവാത്ത ഓർഗാനിസത്തിനെയൊക്കെ നമ്മുടെ സാനിറ്റേഷൻ വഴി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ഓഫ് ഡിസ്ട്രോയിങ് ഓൾ മൈക്രോബ്സ് ഇൻക്ലൂഡിങ് സ്പോർസ് ഫോം. അതായത് സ്പോറുകൾ ഉണ്ടായിരിക്കും ഇതിൻ്റെ മൈക്രോബ്സിൻ്റെ. ആ ഫോമിലുള്ള മൈക്രോബ്സിനെ പോലും കൊല്ലാനുള്ള കഴിവ് നമ്മുടെ സ്റ്റെറിലൈസേഷൻ ചെയ്താലുണ്ട്. അപ്പം നമ്മൾ ക്ലീനിങ് എന്ത് വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നത്? ക്ലീനിങ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർജൻസ് ആവാം, സോൾവെൻറ്റ് ക്ലീനേഴ്സ് ആവാം, ആസിഡ് ക്ലീനേഴ്സ് ആവാം, അബ്രസീവ് ക്ലീനേഴ്സ് ആവാം. ഇതൊക്കെ ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ക്ലീനേഴ്സാണ് കേട്ടോ. ദെൻ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള 4 സ്റ്റെപ്പുകളാണ്. ആദ്യം ക്ലീനിങ്, ദെൻ ഡിസിൻഫെക്ഷൻ, ദെൻ സാനിറ്റേഷൻ, ദെൻ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് വിസിബിൾ ഫിസിക്കൽ ഡേർട്ട് ആൻഡ് സ്റ്റെയിൻസ് ആണ്. വിസിബിൾ കെമിക്കൽ ഡേർട്ട് ആൻഡ് സ്റ്റെയിൻ ആണ് ക്ലീനിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ ഡിസിൻഫെക്ഷൻ ആയിരുന്നു. ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് ഹാംഫുൾ ബാക്ടീരിയ ഓർ മൈക്രോബ്സ് ആണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്.
ദെൻ സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഇൻ വിച്ച് മോസ്റ്റ് ഓർ നിയർലി ഓൾ മൈക്രോ ഓർഗാനിസം, ഏറെക്കുറെ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും കില്ല് ചെയ്യാൻ പറ്റും. അത് വെദർ ഓർ നോട്ട് പാത്തോജൻ ആയാലും അല്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാത്തിനെയും കില്ല് ചെയ്യും. ദെൻ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ജേംസിനെ കില്ല് ചെയ്യും. അതാണ് സ്റ്റെറിലൈസേഷൻ, ഇൻക്ലൂഡിങ് സ്പോർട്സും കൂടെ കില്ല് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ സ്റ്റെറിലൈസേഷനുണ്ട്. ഇനി നമ്മൾ സാനിറ്റൈസിങ്ങിനെ കുറിച്ചിട്ട് കുറച്ചുകൂടെ നോക്കാം. ഈ സാനിറ്റൈസിങ് പറഞ്ഞാൽ എന്താണ്? റിമൂവ് ദ തിങ്സ് യു ക്യാൻ സീ ഫ്രം സർഫസ് ആൻഡ് റിഡ്യൂസ് ദ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം ഓൺ ദ സർഫസ് ഹാസ് ബീൻ ക്ലീൻഡ് ടു സേഫ് ലെവൽസ്. ഓക്കെ, then surface must be cleaned and washed and rinsed before sanitizing, and surface should be air dried after sanitizing. Okay, then എന്താണ് നമ്മുടെ ക്ലീനിങ്ങും സാനിറ്റൈസിങ്ങിൻ്റെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ക്ലീനിങ്ങിൻ്റെയും സാനിറ്റൈസേഷൻ ചെയ്യുന്നതിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. Cleaning and sanitizing are important to food safety, as many food poisoning cases are associated with inadequate and ineffective sanitation. അതായത് നമ്മൾ സാനിറ്റേഷൻ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഭയങ്കരമായ ഫുഡ് പോയ്സണിങ് ഇങ്ങനെയൊക്കെ കാരണമാവുന്നത്. നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഫുഡ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തോ ഒക്കെ എന്താണ് പ്രോപ്പറായിട്ട് സാനിറ്റൈസ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഫുഡ് പോയ്സണിങ് ഒക്കെ ഉണ്ടാവുന്നത്. ആൻഡ് ജനറലി surface of equipments, food preparation tables and utensils that come into direct contact with food should be washed, sanitized and air dried. Okay, then അടുത്ത പറയുന്നത് sanitation is one of the most important aspects of operating any food processing facility, and poor sanitation can have an adverse effect on product safety and can result in poor product quality. Then ഇനി നമ്മൾ ക്ലീനിങ് ആൻഡ് സാനിറ്റേഷൻ ഓഫ് ഫുഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഫോളോയിങ് റീസൺസ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നാണ്. അതെന്താണ്? ടു പ്രിവെൻറ്റ് ഫുഡ് പോയ്സണിങ് റിസൾട്ടിങ് ഫ്രം ദ ക്രോസ് കണ്ടാമിനേഷൻ ബിറ്റ്വീൻ ഫുഡ് കോണ്ടാക്ട് സർഫസ് ആൻഡ് ഫുഡ്. അതായത് നമ്മുടെ ഫുഡ് കോണ്ടാക്ട് സർഫസ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഫുഡും അത് വെച്ചിട്ടുള്ള സർഫസിനെയാണ് നമ്മൾ ഫുഡ് കോണ്ടാക്ട് സർഫസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ നമ്മൾ എന്തിനാണ് അപ്പോൾ സാനിറ്റേഷൻ യൂസ് ചെയ്യുന്നത്? ടു പ്രിവെൻറ്റ് ദ ഫുഡ് പോയ്സണിങ് റിസൾട്ടിങ് ഫ്രം ക്രോസ് കണ്ടാമിനേഷൻ ബിറ്റ്വീൻ, അതായത് കണ്ടാമിനേഷൻ ഉണ്ടാവും ബിറ്റ്വീൻ ഫുഡ് കോണ്ടാക്ട് സർഫസ് ആൻഡ് ഫുഡ്. ദെൻ മിനിമൈസ് ദ ഫുഡ് വേസ്റ്റേജ് ഡ്യൂ ടു ഫുഡ് കണ്ടാമിനേഷൻ. അപ്പോൾ ഫുഡ് കണ്ടാമിനേഷൻ ഉണ്ടാവും, എന്താ സാനിറ്റൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മിനിമൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ എന്താണ്, ഫുഡ് വേസ്റ്റേജ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതായത് കണ്ടാമിനേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് നമ്മുടെ ഫുഡിനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ വേസ്റ്റ് ആക്കാൻ പറ്റില്ല. ദെൻ ടു എൻഷുർ ക്ലീൻലിനെസ് ഓഫ് premises at all times and create a more pleasant work environment. Okay, then ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് ആണ് അടുത്ത നോക്കുന്നത്. ക്ലീനിങ്ങും സാനിറ്റൈസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഇസ് എ കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ഡേർട്ട് ആൻഡ് ഫുഡ് വേസ്റ്റ് യൂസിങ് ഫിസിക്കൽ മീൻസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഡിറ്റർജൻറ്റ് അണ്ടർ റെക്കമെൻഡഡ് കണ്ടീഷൻസ്. അതാണ് എന്താ പറയുന്നത്, ക്ലീനിങ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് സാനിറ്റൈസിങ് ആണ്. സാനിറ്റൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. സാനിറ്റൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെന്താണ്, റിഡക്ഷൻ ഓഫ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ടു സേഫ് ലെവൽസ്. മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ സേഫ് ലെവലിലോട്ട്, അതായത് മൈക്രോ ഓർഗാനിസത്തിന് മൊത്തം കില്ല് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താണ് പറയുന്നത്, സാനിറ്റൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളിപ്പം ക്ലീൻ ചെയ്യേണ്ടതെന്ന്. അതായത് ഫുഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന സർഫസുകളുണ്ടാവും. അതുപോലെ ഫുഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല, പക്ഷെ നമ്മളത് ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് സർഫസുകളും ഉണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം വാട്ട് ഷുഡ് ബി ക്ലീൻഡ് ആൻഡ് സാനിറ്റൈസ്ഡ്, എന്തൊക്കെയാണ് ക്ലീനും സാനിറ്റൈസും ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. അതിൽ വരുന്നതാണ് ഓൾ സർഫസ് ദാറ്റ് മേ ബി കോണ്ടാക്ട് ദ ഫുഡ് പ്രോഡക്റ്റ്.
All surfaces that may contact the food product, such as utensils, knives, table, cutting board, conveyor belt, ice makers, ice storage bins, hands, gloves, and aprons. ഇതൊക്കെയാണ് ഫുഡുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള സർഫസ് എന്ന് പറയുന്നത്. ദെൻ സർഫസ് ദാറ്റ് ഡു നോട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് ദ പ്രോഡക്റ്റ് സച്ച് എസ് വാൾസ്, സീലിംഗ്, ഫ്ലോർസ് ആൻഡ് ഡ്രെയിൻ ഹാവ് എ പ്രൊഫൗണ്ട് എഫക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ആണ് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നത്. ഇനി ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാത്ത എന്തായിരിക്കും? നമ്മുടെ ക്ലീനിങ് ടൂൾസ് വരും. ക്ലീനിങ് ടൂൾസ് നമുക്ക് ഡയറക്റ്റ്, അതായത് ഇതുമായിട്ട് ഫുഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നിട്ടില്ലെങ്കിലും ഫുഡ് കോണ്ടാക്റ്റ് വരുന്ന സർഫസുമായിട്ട് നമ്മുടെ ക്ലീനിങ് ടൂൾസിന് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീനിങ് ടൂൾസിനെ നമ്മൾ ഷുഡ് ബി വാഷ്ഡ് ആൻഡ് സാനിറ്റൈസ്ഡ് ആഫ്റ്റർ എവറി യൂസ്. എല്ലാ യൂസിനും ശേഷം നമ്മൾ വാഷ് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. ആൻഡ് ഷുഡ് ബി സ്റ്റോർഡ് ക്ലീൻ ആൻഡ് ഡ്രൈഡ് ആൻഡ് സെക്യൂർഡ്. അതായത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് സെക്യൂർഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട സർഫസുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കോണ്ടാക്ട് സർഫസ്, ഫുഡ് കോണ്ടാക്ട് സർഫസുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? പ്രിപ്പറേഷൻ ടേബിൾ, കട്ടിംഗ് ബോർഡ്, സ്ലൈസേഴ്സ്, കെറ്റിൽസ്, പോട്ട്സ്, പാൻസ്, യൂട്ടൻസിൽസ് എക്സെട്ര. ഇതൊക്കെയാണ് എന്താ കോണ്ടാക്ട് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് കോണ്ടാക്ട് സർഫസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഫുഡ് കോണ്ടാക്ട് സർഫസ് ആർ ദോസ് ദാറ്റ് കം ഡയറക്ട്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ഫുഡ് ഡ്യൂറിങ് പ്രിപ്പറേഷൻ, കുക്കിംഗ്, സെർവിങ് എക്സെട്ര. അപ്പോൾ അതാണ് ഈ പറയുന്ന സർഫസുകളൊക്കെ. ദെൻ ഫുഡ് കോണ്ടാക്ട് സർഫസ് മസ്റ്റ് ബി വാഷ്ഡ് ആൻഡ് റിൻസ്ഡ് ആൻഡ് സാനിറ്റൈസ്ഡ്. വാഷ് ചെയ്യണം, റിൻസ് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. ദെൻ അടുത്തെന്ന് പറയുന്നത് നോൺ ഫുഡ് കോണ്ടാക്ട് സർഫസ് ആണ്. പക്ഷേ ദോസ് ഡു നോട്ട് കം ഡയറക്ട്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ഫുഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാത്തതിനെയാണ് നമ്മൾ നോൺ ഫുഡ് കോണ്ടാക്ട് സർഫസ് എന്ന് പറയുന്നത്. അപ്പം നോൺ ഫുഡ് കോണ്ടാക്ട് സർഫസിൻ്റെ എക്സാമ്പിളാണ് ഫ്ലോർ, wall, ceiling, equipment, exterior, cafeteria tables, then service lines, etc. Then non-food contact surface should be thoroughly cleaned on regular basis, and non-food contact surface such as cafeteria tables, serving lines should be cleaned daily. And since these are high traffic areas, they should be also be disinfected after they have been cleaned to help reduce the amount of germs that customers could be exposed to. അപ്പോൾ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തിടണം. അതാണ് ഫുഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാത്ത അതിൻ്റെ സറൗണ്ടിങ്സിനെയും നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തിടണം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ക്ലീനിങ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ക്ലീനിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി സേഫ് ഫോർ എംപ്ലോയി യൂസ്. എംപ്ലോയീസ് യൂസ് ചെയ്യുമ്പോൾ അത് സേഫ് ആയിരിക്കണം. സ്റ്റേബിൾ ആൻഡ് നോൺ കൊറോസീവ് ആവണം. അതായത് കൊറോസീവ് ആവരുത്, അതുപോലെ തന്നെ സ്റ്റേബിൾ ആവണം. ആൻഡ് വെൻ യൂസിങ് ദം, നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഫോളോ ദ മാനുഫാക്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കെയർഫുള്ളി റീഡ് ചെയ്യണം. എസ്പെഷ്യലി ഇഫ് ക്ലീനിങ് എക്യുപ്മെൻറ്റ് ദാറ്റ് റിക്വയർ സ്പെസിഫിക് ബ്രാൻഡ് ഓർ ക്ലീനർ. Then never combine cleaners or attempt to make them cleaning agent. Potentially dangerous ആണിത്. Then അടുത്തെന്ന് പറയുന്നത് do not substitute one type of detergent for another unless the intended use started cleaning clearly on label. Then food contact surface can be sanitized by അതിപ്പോൾ നമ്മൾ ഫുഡ് കോണ്ടാക്ട് സർഫസിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഫുഡ് കോണ്ടാക്ട് സർഫസ് ക്യാൻ ബി സാനിറ്റൈസ്ഡ് ബൈ ഇമേഴ്സിങ് ഐറ്റംസ് ഇൻ സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് സാനിറ്റൈസിങ് സൊല്യൂഷൻ ഫോർ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടൈം. നമുക്കത് ഇമേഴ്സ് ചെയ്ത് ഇടാം. അതായത് ഒരു സൊല്യൂഷൻ ഉണ്ട്, സാനിറ്റൈസിങ് സൊല്യൂഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ്, ഇപ്പോൾ ചെറിയ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് മുക്കിയിടാം, ഇമ്മേഴ്സ് ചെയ്തിടാം. ദെൻ റിൻസിങ്, സ്ക്രാബിങ് ഓർ സ്പ്രേയിങ് വിത്ത് സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് സാനിറ്റൈസിങ് സൊല്യൂഷൻ. റിൻസ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ദെൻ സ്വാബ് ചെയ്യാൻ പറ്റും, ദെൻ സ്പ്രേ ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇതാക്കുന്നത്.
ആൻഡ് ക്ലീനിങ് ആൻഡ് സാനിറ്റേഷൻ പ്രോഗ്രാം ഇൻക്ലൂഡ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് റുട്ടീൻ പ്രൊസീജിയർ പെർഫോമൻസ് ത്രൂ ഔട്ട് ആൻഡ് complete the food processing and preparation daily basis, then periodic procedures required less frequently, monitoring to ensure the procedures are performed correctly, monitor ചെയ്യണം, then verification to check effectiveness the program, verification നടക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ അതുകൂടാതെ നമ്മളിപ്പം നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിൽ ക്ലീനിങ് പറഞ്ഞു. ക്ലീനിങ് നമ്മളിപ്പം കുറേ ഏജൻറ്റ്സ് പറഞ്ഞു, നമ്മുടെ ഹോട്ട് വാട്ടർ പോലെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, കൺട്രോൾസ് നമ്മളിപ്പം ഇത് സാനിറ്റേഷൻ നമ്മളിത് ട്രാൻസ്പോർട്ടേഷൻ യൂണിറ്റിൻ്റെ നോക്കും, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള സാനിറ്റേഷനും നോക്കും. നമ്മളെപ്പോഴും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കും. അല്ലാതെ ഒരു സ്ഥലത്ത് നമ്മളിപ്പം സ്റ്റോർ ചെയ്ത് വെച്ച് കുറേ കാലത്തിന് അത് നോക്കാതെയൊക്കെ ഇരുന്ന് അങ്ങനെ പറ്റില്ല. നമ്മളിപ്പം പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കണം. ദെൻ അടുത്തെന്ന് പറയുന്നത് ഫുഡ് ട്രാൻസ്പോർട്ടിൻ്റെ സെക്ഷനിൽ തന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ, അത് കുറേ ദിവസം നിൽക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മൊഡ്യൂളിൽ. പ്രിസർവേറ്റീവ് യൂസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു, പ്രിസർവേഷൻ ടെക്നിക്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറേ എണ്ണം ഉണ്ട്. നമ്മളെന്താണ്, കുറച്ച് ലോ ടെമ്പറേച്ചറിൽ പ്രിസർവ് ചെയ്യാം, ഹൈ ടെമ്പറേച്ചറിൽ പ്രിസർവ് ചെയ്യാം. ദെൻ ഡീഹൈഡ്രേഷൻ വഴി നമുക്ക് പ്രിസർവേഷൻ മെത്തേഡായിരുന്നു ഡീഹൈഡ്രേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്ത എന്താണ്, പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, പ്രിസർവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. അപ്പം നമ്മുടെ ക്ലീനിങ്ങും സാനിറ്റൈസേഷനും കുറിച്ചിട്ട് നല്ലൊരു നോട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് നോക്കണം. ഇതിൽ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് നോട്ടിൻ്റെ അകത്തല്ല. അപ്പം അതൊന്ന് എല്ലാവരും വായിക്കുക.